ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചുട്ടരച്ച ചമ്മന്തിയാണ്. അത് എൻ്റേതായ രീതിയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് ചെയ്യുന്നത്. നമുക്ക് അടുപ്പില്ലാത്തതുകൊണ്ട് വെളിയിൽ ചെറിയൊരു കൂട്ടിക്കൊണ്ട് നമ്മൾ ചുടുകയാണ്. അതിന് തേങ്ങയെല്ലാം ചുട്ടെടുക്കാം. ഗ്യാസ് ചുട്ട് കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല, ഗ്യാസിൻ്റെ ഫ്ലെയിം നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ അടുപ്പും ഇല്ലാത്തതുകൊണ്ട് വെളിയിലിട്ട് നമ്മൾ ചുട്ടെടുക്കുക. നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കുന്ന ചമ്മന്തിക്ക് ഒരു വേറെ ടേസ്റ്റാണ്. അത് നല്ലവണ്ണം ചുട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചമ്മന്തിയുടെ കളറും ഇതുപോലൊരു ചാര കളറായിട്ട് വരും. നമ്മൾ ഒരു പൂട് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മളപ്പോൾ തേങ്ങയെല്ലാം ചുട്ട് കഴിഞ്ഞു. ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തത്. ഇനി നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് ചൂടാം. ചെറിയ ഉള്ളിയുടെ തൊലി കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടി തന്നെ നമ്മൾ ചുടുക. ചുട്ട് കഴിയുമ്പോൾ അതിൻ്റെ തൊലി സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നോളൂ. അതുകൊണ്ടാണ് നമ്മൾ തൊലി എടുക്കാനത്. നല്ലവണ്ണം അത് ചൂടണം. നല്ലപോലെ മാംസം എല്ലാം ഒന്ന് ചുട്ടെടുക്കണം. ചുട്ടെടുക്കുമ്പോൾ കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് വേണം. ഒരെണ്ണം അതിനകത്ത് വീണു, അത് നമുക്ക് എടുക്കാം. ഉള്ളി ചുട്ടിട്ടുണ്ട്, അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ഇതിനകത്ത് ഇച്ചിരി ഇഞ്ചിയോടെ ചുട്ടെടുക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി. ഒരു 4 വെളുത്തുള്ളിയോടെ ചുട്ടെടുക്കാം. വെളുത്തുള്ളി ചുട്ടിട്ടുണ്ട്. നമുക്ക് മുളക് ചുട്ടെടുക്കാം. നമുക്ക് ഒരു 10 മുളക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ പോവാം. അതിനാവശ്യത്തിനുള്ള പുളി എടുത്തിട്ടുണ്ട്. പുളി, പരുവത്തിന് ഉപ്പ്, ചുട്ട തേങ്ങ അതിനകത്തോട്ട് അരിഞ്ഞിടാം. വലിയ കഷ്ണം വേണ്ടത് അരിഞ്ഞിടുന്നത്. തേങ്ങയെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ആദ്യം തേങ്ങയും പുളിയും ഉപ്പും തേങ്ങയൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുക്കാം. പുളി ഉപ്പും തേങ്ങയും കൂടെ ഒന്ന് കണ്ടില്ലേ, ഈ പരുവത്തിൽ ഒന്നുകൊണ്ടൊന്ന് പൊടിക്കാം. നമ്മളിത് പൊടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അരച്ചെടുക്കാം. കാരണം വെള്ളം ചേർക്കത്തില്ല നമ്മൾ ഈ അരയ്ക്കുന്നതിന് ഒരു ശകലം പോലും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചുട്ട് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കാം. എന്നിട്ട് ഈ വറ്റൽമുളകും തേങ്ങയും കൂടെ നല്ലവണ്ണം ഒന്ന് അരയ്ക്കാം. അരഞ്ഞിട്ടില്ല, അരഞ്ഞ് വരുന്നതേ ഉള്ളൂ. നമുക്ക് നിർത്തി വേണം ഇത് അരയ്ക്കാൻ. കാരണം വെള്ളം ഒട്ടും നമ്മൾ ചേർക്കത്തില്ല ഇതിന്. അതുകൊണ്ട് അതിനെയൊക്കെ ചുട്ടരച്ച ചമ്മന്തി വിളിക്കുന്നത്. ഇപ്പം മുളകും തേങ്ങയും എല്ലാം ഒന്ന് പൊടിഞ്ഞ് ഉപ്പും എല്ലാമായിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഈ പരുവാകുമ്പോൾ നമ്മൾ ചുട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ചുമന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ചുമന്നുള്ളി ഏറെ ചേർത്താൽ രുചി കൂടും. ഈ ചുമന്നുള്ളി ഈ അരപ്പും തേങ്ങയും എല്ലാമായിട്ടൊന്ന് അരച്ചെടുക്കാം. നിർത്തി അരച്ച് കൂടെ അടിയിൽ നിന്ന് ഇളക്കിയിട്ട് വേണം അത് കൊടുക്കണം. അപ്പോൾ അടിയിൽ അരഞ്ഞത് മുകളിൽ വരും, മുകളിലത്തെ എല്ലാം അടിയിലോട്ട് പോയി പെട്ടെന്ന് അരഞ്ഞു. ഇത് ആയിട്ടില്ല, ഇതൊന്ന് കുഴഞ്ഞ് വരണം. അതുകൊണ്ട് തേങ്ങയൊക്കെ ഇച്ചിരി അരയാനുണ്ട്. ഇനി നമ്മുടെ ചമ്മന്തി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചുട്ട് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ജസ്റ്റ് ഇതിനകത്തോട്ട് പെട്ടെന്ന് അരച്ചിങ്ങെടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ അങ്ങ് അരച്ചാൽ പോരെയെന്ന്. പക്ഷേ നമ്മൾ ഈ ഉള്ളിയും മുളകും എല്ലാം കൂടെ അരച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഇതിനകത്ത് ചതച്ചെടുക്കുമ്പം പ്രത്യേക ടേസ്റ്റാണ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി ടേസ്റ്റാണത്. നമ്മുടെ ചമ്മന്തി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാം കൂടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ചുട്ടരച്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം അടുത്തൊരു റെസിപ്പിയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.